ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 100 ഗ്രാം കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പച്ച കപ്പലണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി വെച്ച് കൊടുത്തുകൊണ്ട് ഒരു 4-5 മിനിറ്റ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഇതൊന്ന് പൊട്ടി വരും. കപ്പലണ്ടിയുടെ ആ തോലൊക്കെ ഒന്ന് പൊട്ടി വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ കളറൊന്നും മാറാനായിട്ട് നിൽക്കരുത്. ആ കപ്പലണ്ടിയുടെ തോലൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. അപ്പോൾ ആ തണുത്ത് വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പരുവായിട്ട് നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഞാനൊരു 2 ചെറിയ കഷ്ണം ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ശർക്കരയൊക്കെ നല്ല രീതിയിൽ തന്നെ അലിഞ്ഞ് കിട്ടും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ വളരെ കുറച്ച് മാത്രമേ മധുരം ചേർക്കുന്നുള്ളൂ. ഇത് ഒരു നൂൽ പരുവൊന്നും ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ദാണ്ട ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ഈ തൊലി കറുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം തന്നെ വേണം. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വഴണ്ട് കിട്ടും. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അധികം സമയമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് ഇതാ ഈ രീതിയിൽ കിട്ടും. ഇനി ഒന്ന് ഇളക്കി ചേർത്ത് 2-3 മിനിറ്റിനകം തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ രീതിയിൽ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാം ഒന്നും ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടക്കണം. ബാക്കിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. തേങ്ങയുടെ ആ ഒരു പച്ചമണം മാറുന്ന ഒരു രീതിയിൽ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ നേന്ത്രപ്പഴവുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. ഇപ്പോൾ ദാണ്ട ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്തെങ്കിലും അഴുക്കോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും. വളരെ കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു അഴുക്ക് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് അരിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ പഴവും തേങ്ങയും ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട്. അതിൻ്റെ കൂടെ ശർക്കരയും കൂടെ ചേർക്കുമ്പോഴേ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ശർക്കര മാത്രം ചേർത്തത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ സമയം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കപ്പലണ്ടി മാത്രമല്ല, കിസ്മസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നട്ട്സോ ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റാഗി പൗഡറാണ്. വീട്ടിൽ പൊടിച്ചതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ റാഗി പൗഡർ കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കണ്ട. ആദ്യം കുറച്ചിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ടൈറ്റ് ആവരുത്. അതേപോലെ തന്നെ നമ്മൾ ഇനി ഇതിനകത്തേക്ക് വെള്ളമോ അങ്ങനെയുള്ളോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ ഈ ശർക്കരപ്പാനിയുടെ അളവിനനുസരിച്ച് വേണം നമ്മൾ ഈ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കണം. പച്ചപ്പൊടിയൊന്നും അവിടെ ഇവിടെയൊന്നും ഇരിക്കാതെ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇതേ രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കുന്തോറും നമ്മുടെ ഈ മാവ് കുറച്ച് ടൈറ്റായിട്ട് വരും. ഒരുപാട് ടൈറ്റ് ആവരുത് കേട്ടോ. നമ്മുടെ ഈ പാനിൽ നിന്ന് ഈ മാവ് വിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഒരുപാട് നേരം നമ്മൾ ഇതുപോലെ ഇട്ട് ഇളക്കി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മുടെ ഈ മാവ് നല്ലതുപോലെ അങ്ങ് ടൈറ്റായി പോകും. ഒരുപാട് ടൈറ്റ് ആവണ്ട, ചെറിയ ലൂസായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതാണ്ട് ഈ ഒരു പരുവായിട്ടുണ്ട്. ഞാനിനി സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ റാഗിയുടെ മിക്സൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഞാൻ കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വാഴയിലയാണ്. ഞാൻ കുറച്ച് വാഴയില ഈ ഒരു അളവിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നീളത്തിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് വാഴയില ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. നമ്മളിത് ട്രയാങ്കിൾ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. വാഴയില ദാണ്ട് ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്നുകൂടി തിരിച്ച് ഇതേ രീതിയിലൊന്ന് മടക്കുമ്പോൾ ദാ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഒരുപാട് വെക്കണ്ട, വളരെ കുറച്ച് മാത്രം നമ്മൾ വെച്ച് കൊടുത്താൽ മതി. നമ്മളിത് കനം കുറച്ചാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാമെങ്കിൽ എല്ലാ സൈഡിലും ഒരേപോലെ തന്നെ ഈ മാവ് എത്തുകയും നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഈ ഷേപ്പിൽ നിന്നല്ല, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി വാഴയില ഇല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ഹെൽത്തിയുമാണിത്. നമ്മൾ റാഗിയൊക്കെ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ റാഗിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയാനും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് റാഗി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ്ട് നമ്മൾ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡും വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ സ്റ്റാൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിനകത്തേക്ക്. ഇനി വേറൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും എടുത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാം നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 6-7 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റി കൊടുക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട ഇത് വെന്ത് കിട്ടാൻ. നമ്മളിത് വഴറ്റി കൊടുത്തപ്പോൾ തന്നെ കുറച്ചിത് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രം മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ. 5-6 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിത് കനം കുറച്ച് തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ടും തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ദാണ്ട് എല്ലാം നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവി കയറ്റാം. നമ്മുടെ പലഹാരം, നമ്മുടെ സൂപ്പറായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഈ വാഴയിലയും അതേപോലെ തന്നെ ഏലക്കയും പഴവും നെയ്യും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു മണമാണിതിന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. നമ്മളിത് ചൂടോടെ എടുക്കുമ്പോൾ നമുക്കിത് വെന്തിട്ടില്ലെന്ന് തോന്നും. പക്ഷേ ഇത് ആറിക്കഴിയുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് വരും കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഇനി ഇതിനകത്ത് ശർക്കര ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഴം മാത്രം ചേർത്തിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മളിത് ആവിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. ഇതിനകമൊക്കെ നല്ല സോഫ്റ്റാണ്. നമ്മളിത് ഓരോ തവണയും കടിക്കുമ്പോഴേ കപ്പലണ്ടി നമുക്ക് കിട്ടണം. ആ ഒരു രീതിയിൽ വേണം കപ്പലണ്ടി നമ്മളിതിനകത്ത് ക്രഷ് ചെയ്ത് ചേർക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.